ഹായ്, ഇറ്റ്സ് മീ ദൃശ്യ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിവിടെ August 1 എനിക്ക് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ്. വേറൊന്നുമല്ല, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ടു മീ. പിന്നെ ഒരുപാട് വിഷസൊക്കെ കിട്ടി. എനിക്ക് ഇന്നലെ ആക്ച്വലി വിഷസ് കിട്ടി തുടങ്ങി കേട്ടോ. നാട്ടില് ഇവിടെ രാത്രി ആകുമ്പോഴാണല്ലോ അവിടെ പകല്. അപ്പോൾ അവിടെ ഓൾറെഡി August 1 ഇന്നിപ്പോൾ കഴിയാറായിട്ടുണ്ട്. ഇവിടെ 12 മണിയായി. നാട്ടിൽ രാത്രി 9:30 ആയിട്ടുണ്ട്. പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വിഷസ് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സും ഒക്കെ എന്നെ വിളിച്ച് വിഷ് ചെയ്തു. കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചു. ഭയങ്കര സന്തോഷമുണ്ട് കുറേ വിഷസ് അങ്ങനെ കിട്ടുമ്പോൾ. നമ്മൾ രാവിലെ തന്നെ എണീക്കുമ്പോൾ കുറേ വിഷസ് കണ്ടിട്ടാണ് എണീച്ചത്. പിന്നെ എണീറ്റ് വന്നപ്പം തന്നെ എനിക്ക് എന്താ പറയുക, ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള 2 ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏട്ടൻ്റെയും ഇഷുവിൻ്റെയും. ഇഷു വന്ന് വിഷ് ചെയ്തു. നല്ലൊരു ഹഗ്ഗും ഒക്കെ കിട്ടി. ഭയങ്കര ഹാപ്പിയാണ് ഞാനിന്ന്. പക്ഷെ ഇന്ന് ഞാനൊരു വ്ളോഗായിട്ട് ഷൂട്ട് ചെയ്യാനൊന്നും വിചാരിച്ചതല്ല. പിന്നെയാണ് ഞാൻ ഓർത്തത്, ഞാൻ ആക്ച്വലി 2 ആഴ്ച മുന്നേ എൻ്റെ ജന്മനക്ഷത്രമായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അമ്പലത്തിൽ പോകുന്ന സമയത്ത് ഞാൻ ചെറിയ ചെറിയ ക്ലിപ്സ് ഒക്കെ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇൻ കേസ് ഞാൻ ബർത്ത്ഡേ വ്ളോഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എനിക്ക് ഇവർ ഗിഫ്റ്റ് ചെയ്യുന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഇന്നൊരു വീഡിയോ ഞാൻ പ്ലാൻ ചെയ്തതല്ല. അപ്പോൾ വെറുതെ ഫോൺ നോക്കിയപ്പോൾ കുറേ കാര്യങ്ങൾ, ഞാൻ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്യുമ്പോഴാണ് 2 ആഴ്ച മുന്നേ എടുത്തു വെച്ച ആ ഒരു വീഡിയോ കണ്ടത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ ദിവസവും ഭയങ്കരമായിട്ട് ഗ്രേറ്റ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസവും അങ്ങനെ തോന്നാറുണ്ട്, പക്ഷെ നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസം നമുക്ക് കുറച്ചധികം തോന്നുമല്ലോ. അപ്പോൾ അങ്ങനെ ഇന്നും അതേ ഫീൽ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ എനിക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളൊരു വീഡിയോ ആക്കി ഷൂട്ട് ചെയ്ത് നമ്മൾ യൂട്യൂബിൽ ഇടുമ്പോൾ അത് അവിടെ പെർമനൻ്റ് ആയിട്ട് അവിടെ കിടന്നോളുമല്ലോ. നമുക്ക് എപ്പോഴെങ്കിലും കാണാനൊക്കെ ഭയങ്കര ഒരു രസം തോന്നുമല്ലോ. സോ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യാം എന്ന് വിചാരിച്ച്. അപ്പോൾ ഭയങ്കര കാര്യമായിട്ട് ഇല്ല വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഇന്നത്തെ ഡേ ഞാൻ ഷൂട്ട് ചെയ്യണമെന്നൊന്നുമില്ല. പക്ഷെ കുറച്ച് നമ്മളുടെ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. എല്ലാവരും വിഷ് ചെയ്തവർക്കൊക്കെ ഞാൻ റിപ്ലൈ ഒക്കെ കൊടുത്തു. കുറച്ച് നേരം ഇരുന്നിട്ട് ഇഷാനും ഏട്ടനും കൂടി കേക്ക് വാങ്ങാനായിട്ട് പോയിട്ടുണ്ട്. ഇഷാൻ ഭയങ്കര ത്രില്ലാണ്. അവന് രാവിലെ എണീറ്റപ്പോൾ തൊട്ടേ അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേക്ക് വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട്. ഏട്ടനെ ഇരിക്കാൻ വിട്ടിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ 2 കൂടി കേക്ക് വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട്. ചീസ് കേക്ക് ഫാക്ടറിയിലാണ് കേക്ക് ഓർഡർ ചെയ്തത് എന്നാണ് പറഞ്ഞത്, അറിയില്ല. നമുക്ക് വന്നിട്ട് കേക്കൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഉച്ചക്ക് ലഞ്ച് പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോകുന്നതും ഒക്കെ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യും. കുറച്ച് ക്ലിപ്പൊക്കെ ഞാൻ ആഡ് ചെയ്യും. പിന്നെ ഭയങ്കരമായിട്ട് വലിച്ചു നീട്ടി ഈ ഒരു വ്ളോഗ് ഞാൻ എന്താ പറയുക, ബോറടിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ പറ്റുന്ന കുറച്ച് ക്ലിപ്പൊക്കെ ഞാൻ എടുക്കുന്നതായിരിക്കും. അപ്പോൾ അവർ കേക്ക് വാങ്ങി വരട്ടെ. അതിന് മുന്നേ എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ആസ് യൂഷ്വൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യമാണ് കാർഡ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അറിയുന്നത് കൊണ്ടാവണം ഏട്ടൻ 2 കാർഡ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ഫ്രം ഇഷു ബേബി. ഇഷു തന്നെ സെലക്ട് ചെയ്തതെന്നാണ് ഏട്ടൻ പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ഇഷുവിൻ്റെ ഗിഫ്റ്റ് ആയിരുന്നു. പിന്നെ ഈ ഒരു കാർഡ്, ഇത് ഏട്ടൻ്റെ ഗിഫ്റ്റ്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് മാത്രമല്ല കേട്ടോ എൻ്റെ ഗിഫ്റ്റ്, ബാക്കി ഞാൻ കാണിച്ചു തരാം. പിന്നെ ഒരു ഗിഫ്റ്റ് വന്നിട്ട് ഇതാ ബൊക്കെ. ഞാൻ പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്ലവേഴ്സ്, വീട്ടിനകത്ത് ഫ്ലവർ വെക്കാന്നൊക്കെ ഉള്ളതെന്ന്. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് ഏട്ടൻ എനിക്ക് ഒരു ബൊക്കെ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് പൊതുവേ ഞാൻ പൂ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയാവും.
അപ്പോൾ ഇതാണ് വേറൊരു ഗിഫ്റ്റ് വന്നിട്ട്. അപ്പോൾ ഇതിനി വേസിലൊക്കെ വെച്ച് ഒന്ന് അറേഞ്ചൊക്കെ ചെയ്യണം. അതൊക്കെ പതിയെ ചെയ്യും. ഇപ്പം ഞാൻ തൽക്കാലം ഇതിങ്ങനെ തന്നെ വെള്ളത്തിൽ താത്ത് വെച്ചിട്ടാണുള്ളത്. ഇതിനെ അടിയൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് ഞാൻ പിന്നെ കാണിച്ചു തരാം. പിന്നുള്ളൊരു ഗിഫ്റ്റാണ് ഇതാ ഈ ഒരു ഡ്രസ്സ്. ഇത് ഞാൻ ഇട്ടൊന്നും നോക്കിയിട്ടില്ല. എൻ്റെ ഫേവറേറ്റ് കളറാണ് കേട്ടോ, ബ്ലാക്ക്. അപ്പോൾ ഇത് ഏട്ടൻ പോയി എടുത്തതാണ്, എന്നെ കൂട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ ഈ ഡ്രസ്സ് കറക്റ്റ് ആണെന്നാണെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് ലഞ്ചിന് പോകുന്ന സമയത്തും കേക്ക് കട്ട് ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഇടും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് റിട്ടേൺ ചെയ്തിട്ട് വേറെ എടുക്കാം. അപ്പോൾ ഞാൻ പോയി വേഗം റെഡി ആയിട്ട് വരാം. ഏട്ടനും ഇഷാനും വന്ന് ഉടനെ തന്നെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങും. അപ്പോൾ ഞാൻ റെഡി ആയിട്ട് വരട്ടെ. അപ്പോഴേക്കും നിങ്ങൾ എൻ്റെ ജന്മനക്ഷത്രത്തിൻ്റെ ദിവസം ഞങ്ങൾ അമ്പലത്തിൽ പോയതും ഒക്കെ ഒന്ന് കണ്ടിട്ട് വാ. അതിനുശേഷം നമുക്ക് കാണാം. ഇന്ന് എൻ്റെ ജന്മനക്ഷത്രമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ ശ്രീ ഗുരുവായൂരപ്പൻ ടെമ്പിളിലേക്ക് ഒന്ന് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടാണുള്ളത്. ജസ്റ്റ് ഇതാ വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് പോകുന്നു. അപ്പോൾ രാവിലെ ഇറങ്ങാൻ വേണ്ടി നിന്നതാണ്, ഒരുപാട് ലേറ്റായി. ഇപ്പം നമ്മളെ ലഞ്ചും കഴിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. 1 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. ഇന്ന് ഏതായാലും ഈവനിങ് വരെ 8 മണി വരെ ഓപ്പൺ ആയിട്ടുണ്ടാവും അമ്പലം. അപ്പോൾ ഏതായാലും പോകണമെന്ന് വിചാരിച്ചതായത് കൊണ്ടൊന്ന് നമുക്കൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ച്. സോ നമ്മൾ ഇവിടുന്ന് ഇറങ്ങട്ടെ. നമ്മൾ അമ്പലത്തിൽ എത്തി, തൊഴുതു. അകത്ത് വീഡിയോസൊന്നും എടുക്കാൻ പാടില്ല. പ്രസാദം വാങ്ങി, അർച്ചനേൻ്റെ പ്രസാദം, പിന്നെ ഒരു ലഡു പ്രസാദം, പിന്നെ അടന്തൂർ പൂജയ്ക്ക് കുറച്ച് ആൽമണ്ട്സ് പ്രസാദമായിട്ട് കിട്ടി. അപ്പോൾ ഞങ്ങളുടെ കേക്ക് കട്ടിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞു. ഇവിടെ വീട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ട്. മുകളിൽ കാണുന്നത് ഏട്ടൻ്റെ അച്ഛനാണ്, താഴെ ഏച്ചീൻ്റെ മക്കളും അമ്മമ്മയും വീട്ടിൽ നിന്ന് എൻ്റെ അമ്മയും ഒക്കെ ഉണ്ട്. ഈ കാണുന്നത് അച്ഛനാണ്, പിന്നെ ഇത് എൻ്റെ ഏച്ചി, മുകളിൽ ഏട്ടൻ്റെ അമ്മ. അപ്പോൾ എല്ലാവരും കൂടിയുള്ള സമയത്തിന് ഞങ്ങൾ ഏതായാലും കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളപ്പോൾ കേക്ക് കട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് കട്ട് ചെയ്യാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ ഏതായാലും വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ വിളിച്ച സമയത്ത് വിചാരിച്ചു, അപ്പോൾ എല്ലാവരും കൂടി കട്ട് ചെയ്യുന്നതല്ലേ ഒരു സന്തോഷം.
അപ്പോൾ എല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെല്ലാവരും ഉറങ്ങും, ഞങ്ങൾ മാത്രം കട്ട് ചെയ്യേണ്ടി വരും. സോ എല്ലാവരും കൂടെ ഒന്നിച്ച് കേക്കെല്ലാം കട്ട് ചെയ്തു. ഇപ്പോൾ 1 മണി 1:15 അപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് പോവാന്ന്. ഒപ്പം ഞാൻ ആ ഡ്രസ്സ് കൂടെ എടുത്തിട്ടുണ്ട്. പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ അത് റിട്ടേൺ ചെയ്തിട്ട് അതിൻ്റെ സ്മോൾ സൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. സ്മോളാണ് എടുത്തിട്ടുള്ളത്, എക്സ്ട്രാ ഷോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്തിട്ട് വരാം. അപ്പോൾ ഇന്നിത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാനിത് കാണിച്ചു തരാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ എൻഡിൽ ഞാൻ ആഡ് ചെയ്യാം. അതിൻ്റെ ക്ലിപ്പ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. കിഡ്സ് മെനുവിലെ മസാല ചീസ് സ്റ്റിക്ക്, മെയിൻ കോഴ്സ് വാങ്ങിയത് സ്റ്റേക്ക്, അതിൻ്റെ സൈഡ് ഫ്രൈസ്, ക്വാസ്ഡിയ, അത് കഴിയാനായി റൈസ്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറിയെടുത്തതിന് ശേഷം ഇതാ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. ഇനിയിപ്പോൾ വീട്ടിലെത്തിയതിന് ശേഷം രാവിലത്തെ ബൊക്കെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കണമെന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ നമുക്കിതാ ഫ്ലവർ ഫുഡ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ഒരു ഫ്ലവർ ബേസിനകത്ത് വെള്ളമൊക്കെ ഫില്ല് ചെയ്തിട്ട് ഞാൻ ഈ ഒരു ഫ്ലവർ ഫുഡ് അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ ഫ്ലവറിൻ്റെ ആ തണ്ട് ഒരു 45 ഡിഗ്രി ചേർച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതിൽ താത്ത് വെക്കാം. അപ്പോൾ കുറച്ച് ദിവസം ഇതുപോലെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ആ ഒരു ബൊക്ക, ഞാനിത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ബർത്ത്ഡേ ഡ്രസ്സ് വന്നിട്ട്. ഞങ്ങൾ റിട്ടേൺ ചെയ്യാനായിട്ട് പോയി, പക്ഷേ അതിൻ്റെ എക്സ്ട്രാ ഷോർട്ട് വന്നിട്ട് ഭയങ്കര ടൈറ്റ് ആയിരുന്നു. അതുകൊണ്ട് സ്മോൾ തന്നെ എടുത്തിട്ട് വന്നു. വലിയ കുഴപ്പമില്ല, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടമായി ഡ്രസ്സ്. ഏതായാലും ഇഷ്ടപ്പെട്ട് എടുത്തത് കൊണ്ട് തന്നെ വേറെ ഒന്നും എടുക്കണ്ടെന്ന് വിചാരിച്ചു. വേറെയും കുറേ ഉണ്ടായിരുന്നു, പക്ഷെ ഇത് തന്നെ എടുത്തു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഈ ഒരു കുട്ടി വീഡിയോ വന്നിട്ട്, ഒരു ബർത്ത്ഡേ വ്ളോഗ് വന്നിട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്തന്നെ കാണാം. ബൈ ബൈ, ഹാവ് എ ഗുഡ് ഡേ.